ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ചായക്കടിയുടെ റെസിപ്പിയാണ് കേട്ടോ. നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമ്മളൊരു അര കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് മുതൽ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാ പച്ചവെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ നമുക്കിവിടെ ഒന്ന് കലക്കിയെടുക്കാം. ഞാനിതവിടെ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. കൂടുതൽ ലൂസായി പോകാനും പാടില്ല, എന്നാൽ നല്ല ടൈറ്റായി പോകാനും പാടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ കലക്കിയെടുക്കേണ്ടത്. അതാ ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇതൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 20 മിനിറ്റോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എടുത്തപ്പോൾ കണ്ടോ, അത് നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-2 ഏലക്ക ഒന്ന് ഇതുപോലെ കുത്തിച്ചതച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് 2 നുള്ള ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ, ആ അപ്പക്കാരൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോ തവി കോരി ഒഴിച്ചിട്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. അതാ നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിനൊക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഒരു തവി ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല എണ്ണ വേണം കേട്ടോ. കാരണം നല്ല മുങ്ങി പൊരിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴാണ് നല്ല പോലെ ഒരു ഷേപ്പിൽ ഇത് കിട്ടുള്ളൂ. പിന്നെ എണ്ണ തിളച്ച് പോവരുത്, ഒരു മീഡിയം ഫ്ലെയിം ചൂടിൽ വേണം എണ്ണ ഇരിക്കാൻ. മീഡിയം ചൂടിൽ ഉണ്ടായാൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരുള്ളൂ. മറ്റേത് നമ്മൾ നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടത്തില്ല കേട്ടോ. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈകുന്നേരത്തെ ഈ ഒരു ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റവ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ, റവയും ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.